നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് വിരമിച്ച മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി നക്ഷത്ര ചിഹ്നമുള്ള കാറിൽ ഇപ്പോഴും യാത്ര ചെയ്യുന്നത് വിവാദമാകുന്നു. KL7 DE 6561 എന്ന നമ്പറുള്ള ഇന്നോവ കാറിൽ 3 നക്ഷത്ര ചിഹ്നം വെച്ചാണ് യാത്ര. ദൃശ്യങ്ങൾ പകർത്തിയതോടെ ഡ്രൈവർ നക്ഷത്ര ചിഹ്നമുള്ള ബോർഡ് അഴിച്ചുമാറ്റി. അനധികൃത സ്വത്ത് സമ്പാദന കേസിന്റെ വിചാരണയ്ക്കായാണ് നക്ഷത്ര ചിഹ്നം വെച്ച കാറിൽ തച്ചങ്കരി കോട്ടയം വിജിലൻസ് കോടതിയിൽ എത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, നേരത്തെയും ഈ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലെ ബീക്കൺ ലൈറ്റുകൾ ഉൾപ്പെടെയൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് പിന്നീട് കോടതിയുടെ ഇടപെടലിലൂടെയൊക്കെ അഴിച്ചു മാറ്റിച്ചതുമാണ്. ഇപ്പോഴും നമുക്കറിയാം ചിലർക്ക് ഇത്തരം ചിഹ്നങ്ങളൊക്കെ അനുവദനീയമാണ് താനും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച്. ഇതിപ്പോൾ വിരമിച്ച ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണല്ലോ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് ഒരു അധികാര ചിഹ്നം എന്ന നിലയിൽ ഇപ്പോഴും അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അത് ഉള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ അദ്ദേഹം യാത്ര തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ പലതരത്തിലുള്ള നിയമവിരുദ്ധത ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ചുവന്ന ബോർഡ് വെക്കാൻ പാടില്ലാത്ത വാഹനങ്ങളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ പേഴ്സണലായി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അങ്ങനെ ബോർഡും അവരുടെ ചുമതലകളും ഒക്കെ വെക്കാറുണ്ട്. ഇതിനെതിരെ പല ഘട്ടങ്ങളിലും സർക്കാർ പലതരത്തിലുള്ള ഈ പ്രതികരണങ്ങളും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കുറിപ്പുകളും ഒക്കെ ഇറക്കി, ഓർഡറുകളും ഒക്കെ ഇറക്കി അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കാറുണ്ട്. പക്ഷെ അതിൽ കൃത്യമായ പരിശോധനകളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുൻ DGP എന്ന് പറയുമ്പോൾ സാധാരണ പോലീസിനെ നമ്മൾ നിയമപാലകർ എന്നാണ് വിളിക്കുന്നത്. നിയമപാലകനായിരുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഫലത്തിൽ നിയമലംഘനം നടത്തുന്നു എന്നതിന്റെ നേരിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബോർഡിൽ ഇത് വെച്ച് മറച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതോടുകൂടി ഇത് തുറന്ന ശേഷം ഈ നക്ഷത്ര ചിഹ്നം 3 നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. അത് പിന്നീട് അഴിച്ചു മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ഈ തച്ചങ്കരിയോട് ഇതിനോടുള്ള ചോദ്യത്തിനും ഒന്നും അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. അതായത് അതിലൊരു കള്ളത്തരമുണ്ട്, അതുകൊണ്ടാണല്ലോ അത് അഴിച്ചു മാറ്റുന്നത്. അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് കൃത്യമായ ബോധ്യം അവരെ സംബന്ധിച്ചുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പരാതികൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നമുക്കറിയാം ഈ അനധികൃതമായി വാഹനം അടക്കം ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ തന്നെ നേരത്തെ വാർത്ത ചെയ്തിരുന്നതാണ്. കോട്ടയം ADM ജിനു പുന്നൂസിന്റെ അനധികൃത വാഹന യാത്രയൊക്കെ ആ നിലയിൽ വാർത്തയാക്കുകയും പിന്നീട് അവരെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന നില ഉണ്ടായിട്ടില്ല. അങ്ങനെ സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള ചട്ടങ്ങളുണ്ട്, പക്ഷെ ആ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ടോമിൻ തച്ചങ്കരിയെ പോലെ പോലീസിലെയൊക്കെ ഉന്നതനായിരുന്ന ഒരാൾക്ക് എന്തും ചെയ്യാൻ കഴിയുമോ എന്ന സംശയം കൂടിയാണ് ബാക്കിയാകുന്നത്. ഇതിനോട് പോലീസ് കണ്ണടക്കുകയാണോ എന്ന സംശയവും ബാക്കിയാണ്. കാരണം ഇത് കോടതി പരിസരത്താണ് ഈ വാഹനം കൊണ്ടുവന്നിടുന്നത്. തച്ചങ്കരിയെ പോലെ ഒരാൾ ഇത്തരം കേസുകൾക്ക് വരുന്നുണ്ട് എന്നൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചുണ്ടാകും. ഇപ്പോൾ കോട്ടയം DYSP ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ് വിജിലൻസ്, ആ കോമ്പൗണ്ടിൽ തന്നെ, ആ ബിൽഡിംഗിൽ തന്നെയാണ് വിജിലൻസ് കോടതിയും ഉള്ളത്. അനധികൃത സ്വത്ത് സമ്പാദന കേസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചു കാലങ്ങളായി ഇവിടെ വിചാരണയ്ക്കായി എത്തുന്നുമുണ്ട്. എന്തായാലും ഇതൊക്കെ എന്നിട്ട് പോലീസ് കണ്ണടക്കുകയാണോ ഇതിൽ എന്ന സംശയവും ഇപ്പോൾ ബാക്കിയാകുകയാണ്. അഭിലാഷ്. ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തമുള്ള, പ്രത്യേകിച്ച് നിയമപാലകൻ ആയിരുന്നു, ഉയർന്ന പദവി വഹിച്ച ആളാണ് അദ്ദേഹം. റിട്ടയർഡ് ആയതിനു ശേഷവും ഇത്തരത്തിൽ നിയമലംഘനമാണ് നടത്തുന്നത് എന്നുള്ളത് കൗതുകകരമാണ്. ഇതറിയാതെ ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നല്ല ബോധ്യം ഉള്ള ആൾ കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.